ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഹരിതയോടായിട്ട് വിക്രമൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ രാജ്കുമാർ അതൽവേറിൻ്റെ എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേനും രാജകുമാരൻ അതിൻ്റെ ഇംഗ്ലീഷ് നെയിം എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അവസാനം കിട്ടുന്ന പേര് പ്രിൻസ് എന്നാണ് കേട്ടോ. പ്രിൻസ് എന്തായാലും ഇവിടെ വന്നിട്ട് വെല്ലുവിളിച്ച് പോയതല്ലേ, അയാൾ തന്നെയാണ് ഈ ന്യൂസ് എല്ലാവരുടെ മുന്നിൽ കൊടുത്തത്. അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല, അവനക്കിട്ട് ഞാൻ പണി കൊടുത്തോളാം എന്ന രീതിയിൽ പറയുന്നു. ഇത് കേൾക്കുന്ന ഷാർമിളയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. കാരണം അയാൾക്ക് കിട്ടണം ഒരു പണി എന്ന രീതിയിൽ തന്നെയാണ് ആ പേര് വെച്ചിട്ട് ആ ഓരോ കാര്യങ്ങളെല്ലാം തന്നെ ശിവതയ്ക്ക് കൊടുത്തതും തന്നെ കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും തന്നെ ഷാർമിളയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. പിന്നെയും കാണിക്കുന്നത് വിവേകിൻ്റെ വീട്ടിൽ തന്നെയാണ്. എല്ലാവരും വിവേകിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ ശിവയോട് നല്ല രീതിക്ക് തന്നെ വസുന്ധരാദേവി സംസാരിക്കുന്നുണ്ട്. മോളുടെ ഡയലോഗും പെർഫോമൻസും എല്ലാം അടിപൊളിയായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കിട്ടണം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശിവമോളുടെ അടുത്ത് നിന്ന് ഇത്രയും നല്ല കാര്യങ്ങൾ വരുമെന്നുള്ളത്. മിടുക്കിയാണെന്ന് പറയുന്നു. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ശിവയ്ക്ക് ഞങ്ങൾ എന്തായാലും അനുകൂലിച്ച് നിൽക്കുന്നില്ല. കാരണം സ്വന്തം അമ്മയുടെ കയ്യിൽ റീത്ത് കൊടുക്കാൻ ശിവ ഒരിക്കലും തയ്യാറാവരുതായിരുന്നു. ബാക്കിയെല്ലാം ശിവയെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. പക്ഷേ ഇത് അമ്മ എത്ര മോശക്കാരിയാണെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് ഒരിക്കലും റീത്ത് കൊടുക്കേണ്ട. കാരണം നമ്മൾ ഒരിക്കലും അമ്മയാവേണ്ട ആളുകളാണ്. അപ്പോൾ നമ്മളുടെ മക്കളും നമ്മൾക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹിക്കാനാവോ? ആ അമ്മ ഇത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ശിവ എന്ന രീതിയിൽ പറയുന്നു. അപ്പോൾ വസുന്ധരയും പറയുന്നുണ്ട്, എല്ലാം കൊണ്ടും ഓക്കെയാണ്, പക്ഷേ ആ കാര്യം ഞാൻ അഞ്ചു പറയുന്നതും വർഷ പറയുന്നതിലും യോജിക്കുന്നു. കാരണം ഒരിക്കലും തന്നെ ശിവമോള് അമ്മയുടെ കയ്യിൽ റീത്ത് കൊടുക്കാനായിട്ട് പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധനപാലനും പറയുന്നുണ്ട്, അത് ശരിയാണ്, ഇവർ പറഞ്ഞ കാര്യം ശരിയാണ്. ശിവമോളുടെ സ്ഥാനത്ത് അഞ്ചുമോളാണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ധനപാലൻ. ധനപാലന് ശരിക്കും അഞ്ജുവിനോട് ഭയങ്കര ഇഷ്ടമാണ്. അത് വിവേകിനെ കൊണ്ട് കെട്ടിക്കാൻ നോക്കുകയാണ് അഞ്ജുവിനെ. പക്ഷേ വസുന്ധരയാണെങ്കിലോ ശിവമോളെ കൊണ്ട് വിവേകിനെ കല്യാണം കഴിപ്പിക്കാനുള്ള പ്ലാനിങ്ങുമാണ് കേട്ടോ. അതിനുശേഷം തന്നെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ. ഇല്ല അങ്കിൾ, ഞാനൊന്നും ചെയ്യില്ല. ഞാൻ ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ എൻ്റെ പാടിന് നോക്കി പോകും. നമ്മൾ എന്തിനാ അങ്കിൾ വെറുതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ശിവയുടെ അഭിപ്രായം എന്താ ചോദിക്കുമ്പോൾ, നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ അനുഭവിച്ചത്. പക്ഷെ ഒരു കാര്യം മോൾ മനസ്സിലാക്കണം, മോളുടെ അച്ഛൻ മരണം വരെ അമ്മയെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരിക്കലും തന്നെ ആ അച്ഛൻ്റെ ആത്മാവിന് ഒരിക്കലും ശാന്തത കിട്ടില്ല. മോൾ ഇങ്ങനെ പറഞ്ഞാൽ അമ്മയെ വേദനിപ്പിച്ചില്ലേ? ഇപ്പോൾ അമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ലേ? അത് പോട്ടെ, മോൾ മനസ്സിലാക്കണം. പിന്നെ ആ ഒരു നമ്മുടെ ലക്ഷ്മിയുടെ മർഡർ കേസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ തരാം, ഫോട്ടോ സഹിതം. നമുക്ക് അങ്ങോട്ട് പോകാം മോൾ ഇങ്ങ് വന്നേന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വർഷ ചിന്തിക്കുന്നുണ്ട്, ഇനിയെങ്കിലും അമ്മയോ കുറ്റപ്പെടുത്താതിരിക്കുമല്ലോ ഇവളെന്ന്. പിന്നീട് അങ്കിളെ ഞങ്ങൾ പോട്ടെ, ഫുഡ് തയ്യാറാക്കട്ടെ ഞങ്ങൾ പോയിട്ട് എന്ന് പറയുന്നു. എന്നാൽ ശരി, ഇവിടെ ഒരു ഫുഡുണ്ട്, എന്തിനാണ് അത് പറ്റുക, ഇവരുടെ കൂടെ പോയില്ലെങ്കിൽ നല്ലത് എന്തെങ്കിലും കഴിക്കാമായിരുന്നു എന്ന് ധനപാലനും പറയുന്നുണ്ട് കേട്ടോ. പിന്നെയും കാണിക്കുന്നത് വിവേകിനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വിവേകം ഫ്രണ്ടും കൂടി സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇനി എന്തായാലും ഒരു ട്രീറ്റ് കൊടുക്കണം വിക്രമിന്. അതപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിൻ്റെ പേരിൽ തന്നെ പുതിയ മീഡിയയുടെ ഉദ്ഘാടനം അല്ലേ, ഇന്ന് അവിടെ പോയിട്ടൊരു കേക്ക് മുറിക്കണം, എല്ലാവരെയും വിളിക്കണം. ആ സമയത്ത് വർഷയ്ക്ക് എൻ്റെ മുന്നിൽ പെടാതിരിക്കാൻ സാധ്യതയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ അവളെ പിടികൂടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വേണ്ട, എന്തിനാ പ്രശ്നങ്ങളാക്കുന്നത്, ഇവൾ ലോകസുന്ദരിയൊന്നും അല്ലല്ലോ, നീ അവളുടെ പുറകെ ഇങ്ങനെ പോകാനായിട്ട്. പോരാത്തിന് ആ രാഹുലിൻ്റെ ഗേൾ ഫ്രണ്ടും ആണ്. പിന്നെ എന്താണ് അത്, നിനക്കെങ്ങനെ ഉറപ്പ് അവൾ ഗേൾ ഫ്രണ്ടാണോ അല്ലേ എന്നുള്ളത്? ചിലപ്പോൾ ഒരു സുഹൃത്തായിരിക്കാം, ചിലപ്പോൾ ഒരു സഹോദരി തുല്യമായിരിക്കാം, പറയാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിട്ടേക്കാം. പക്ഷേ നല്ല രീതിക്ക് തന്നെയാണെങ്കിൽ അവൾ നല്ലൊരു പെൺകുട്ടിയാണ്, നമ്മൾ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന മിടുക്കിയായിട്ടുള്ള പെൺകുട്ടി, ഒരു കാന്താരിയാണ് എന്ന രീതിയിൽ പറയുന്നുണ്ട്. അവളെ ഒരു പക്ഷേ ഞാൻ ആർക്കും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ന് അവളെ എൻ്റെ മുന്നിൽ വരാതിരിക്കാൻ അവൾക്കും സാധിക്കില്ല. അങ്ങനെ അവളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ലടാ. അവളുടെ ജീവിതം അറിഞ്ഞപ്പോൾ അവളോട് കൂടുതൽ സ്നേഹം അടുപ്പം തോന്നിയിരിക്കുകയാണ് എനിക്കെന്ന രീതിയിലൊക്കെ വിവേക് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെയാണ് വർഷം നന്നായിട്ട് രാത്രി ഒരുങ്ങുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു സോങ്ങൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വിവേക് അവിടെ എത്താനായിട്ട് പോകുന്ന ആ സമയത്ത് വർഷയാണെങ്കിൽ പുറത്തിറങ്ങിയിട്ട് ആകാശത്ത് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അഭി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താണോ നീ കാണിക്കുന്നത്, ആകാശത്ത് നോക്കി നിൽക്കുന്നത്, ഇന്നൊരു റൊമാൻറ്റിക് മൂഡൊക്കെ ആണല്ലോ നിൽക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. ആ സമയത്ത് മുന്നേ ഉണ്ടായിരുന്ന ആ കാമുകനെ ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ താൻ ഈ ആകാശത്തേക്കൊന്ന് നോക്കിയേ എന്ന് പറയുന്നുണ്ട്. എന്താ കാണുന്നത്, ഇരുട്ടാണല്ലോ എന്ന് അഭിയും പറയുന്നുണ്ട്. ഇരുട്ടിൻ്റെ കൂടെ ഒരാളെ കാണുന്നുണ്ട്. ചന്ദ്രനെ കാണുന്നുണ്ട്. എന്ത് രസമാണല്ലേ അത് നോക്കി നിൽക്കാൻ. ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കണമെങ്കിൽ തന്നെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നടക്കാനായിട്ട് പോകുന്നുണ്ട്. എന്താ സംഭവിച്ചതിടോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ വിവേക് വരും, താനിങ്ങനെ നോക്കി നിന്നാൽ ശരിയാവും. അയാൾ വരാൻ സമയമൊന്നും ആയിട്ടില്ല, ഒന്നുകിൽ ഒരുപാട് വഴുകും, അല്ലെങ്കിൽ ഇന്ന് വരില്ല. അങ്ങനെ എന്നെ സംഭവിക്കുക എന്ന് കരുതി എൻ്റെ സന്തോഷങ്ങൾ ഞാൻ ഇല്ലാണ്ടാക്കണോ? ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നേരം ലോകത്തെ കണ്ടോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ആ സമയത്ത് വിവേക് അങ്ങോട്ട് വരുന്നുണ്ട്. ആ വിവേക് വന്നു, താൻ ഇവിടെ നിൽക്കുന്നില്ലേ? ഇല്ലടാ പോടോ, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോന്നു. ആ സമയത്ത് വിവേക്, ഇന്ന് ഞാൻ അവളെ പിടികൂടും പറഞ്ഞിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നീട് കാണെങ്കിൽ വിക്രമിനെ തന്നെയാണ് ആ ഫോട്ടോ, ലക്ഷ്മിയുടെ ഫോട്ടോ എടുത്ത് വലിച്ചെറിയുന്നതായിട്ട് കാണുന്നു. ആ സമയത്ത് ശാർമിള വരുന്നുണ്ട്. എന്തായിട്ട് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? ആ ലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു ഏട്ടൻ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പത്രത്തിൽ അടിച്ചിറക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യമല്ലേ? ലക്ഷ്മി എന്നെ അവിടെ നോക്കാൻ വന്നപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. അവൾ തുറന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് ഉത്തരവാദി ഏട്ടനാണെന്നുള്ളതും അറിയാം. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ലക്ഷ്മിയെ ഞാൻ കൊന്നിട്ടൊന്നുമില്ല. പക്ഷേ എന്നിട്ട് അവളെവിടെ? അവളെ കാണാനില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഏട്ടാ, സത്യങ്ങൾ പുറത്ത് വരാതിരിക്കില്ല. അത് മറന്നീക്കി പുറത്ത് വന്നിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ വിക്രമൻ പറയുന്നുണ്ട്, എടി നീയും നിൻ്റെ സന്തതി എവിടെയാടി? ഒന്ന് മറന്നീക്കി പുറത്ത് വാടി എന്ന് പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വർഷയെ തന്നെയാണ്. ആ വർഷയാണല്ലോ മകള്. അതിനുശേഷം തന്നെ അമ്മയോട് ഫോട്ടോ നോക്കി സംസാരിക്കുന്നു. അമ്മേ, നമ്മുടെ പോലെ തന്നെ ഒരു ലക്ഷ്മി പറഞ്ഞൊരു അമ്മയുണ്ടായിരുന്നു. അവർക്കൊരു കുഞ്ഞും ഉണ്ടായിരുന്നു. അവൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കി. എങ്ങനെയെങ്കിലും അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിഞ്ഞതിന് ശേഷം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പുറത്ത് കൊണ്ടുവരണം. അതിന് അമ്മയുടെ പ്രാർത്ഥനയും വേണമെന്നൊക്കെ പറഞ്ഞ് അമ്മയോട് സംസാരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാഹുലിനെയും അതുപോലെ ഷാർമിളയാണ്. അപ്പോഴത്തേനും 5 വിളിക്കുമ്പോൾ രാഹുൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. ആ സമയത്ത് എന്താണ് നിൻ്റെ പെണ്ണ് വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യില്ലേ നീ ചോദിക്കുന്നുണ്ട്. എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഒരു വിവരങ്ങളും അവരെന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് അവൾ എന്നോട് കാണിക്കുന്നത്? ചതിയല്ലേ ആൻറ്റി എന്ന് പറയുന്നുണ്ട്. ചതിയൊന്നും അല്ല, നീ അത് മനസ്സിലാക്കണം. അവിടേക്ക് നിനക്ക് പോകാൻ അപ്പം പറ്റില്ല. വിവേകിനെ കുറിച്ചും നീ അറിഞ്ഞ പ്രശ്നമാണ്. കാരണം നിൻ്റെ കാമുകി അവിടെ ഉണ്ടെന്നുള്ളത് ഹരിത പറഞ്ഞത് നീ കേട്ടില്ലേ, ശിവയുടെ കൂടെയാണെന്നുള്ളത്. അപ്പോൾ ഷാർമിള മനസ്സിൽ വിചാരിക്കുന്നത്, എല്ലാവരും ചിന്തിക്കുന്നത് വർഷയാണ് ഇവൻ്റെ കാമുകി എന്നാണ്. അഞ്ജുവിനെക്കുറിച്ച് ആരും അറിയേണ്ട ആവശ്യമില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ 4 പെൺകുട്ടികൾക്കുള്ള പ്രൊട്ടക്ഷൻ ഇവൻ തന്നെ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പറയാതിരിക്കുകയായിരിക്കും നല്ലതെന്ന രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ വീണ്ടും തന്നെ ആ വർഷ, നിനക്ക് ആ ഒരു കൂടപ്പിറപ്പിനെ കിട്ടിയില്ലടാ, അവൾ നിന്നോട് ഒരുപാട് സ്നേഹത്തോടുകൂടിയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ആ വർഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നല്ല അഭിമാനമുണ്ട് കേട്ടോ രാഹുലിന്. സ്വന്തം അനുജത്തിയാണെന്ന് അറിയാതെ പോലും വർഷയെ സ്വന്തം സഹോദരിയായിട്ട് തന്നെയാണ് കേട്ടോ ഈ രാഹുൽ കാണുന്നത്. അതിനുശേഷം തന്നെ ഷാർമിളയും അതുപോലെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തായാലും നീ ഫോൺ അറ്റൻഡ് ചെയ്യും. അപ്പോൾ അഞ്ചു വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എനിക്കെന്തിപ്പം ഞാൻ ഇന്ന് വിളിക്കണം സംസാരിക്കണം എന്നൊന്നും ഇല്ലല്ലോ. വിവേകിന് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും ഇവയും കൂടിയിട്ട് ആ ഒരു റിസപ്ഷൻ്റെ കാര്യം നീ ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു. എടോ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കട്ടെ, തനിക്ക് എന്നെക്കാളും വലുതല്ലേ എല്ലാവരും എന്ന് രാഹുൽ പറയുമ്പോഴത്തേനും അങ്ങനെയല്ലല്ലോ, എനിക്ക് താനാടോ വലുത്, തന്നെ കഴിഞ്ഞേ ഉള്ളൂ ഈ ലോകത്ത് മറ്റെന്തു എന്നൊക്കെ പറഞ്ഞ് രാഹുലിനൊന്ന് മയപ്പെടുത്താനായിട്ട് അഞ്ചു ശ്രമിക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.